നമസ്കാരം ദോസ്തോ. ഏകദേശം 2 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാന്റെ നടുഭാഗത്തായി കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ കൂട്ടിയിടിച്ച് ഒരു പർവ്വതനിര ഉയർന്നു വന്നു. ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച് ഡൽഹിയിലെ റായ്സീന കുന്നുകൾ വരെ 700 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഈ ചുമര് ഇന്ന് ലോകത്തിലെ ഏറ്റവും പുരാതനമായ പർവ്വതനിരകളിലൊന്നാണ്. കഴിഞ്ഞ 1000ഓളം വർഷം ഈ പർവ്വതനിരകൾ വളരെ വലിയ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, താർ മരുഭൂമിയെ കൂടുതലിടത്തേക്ക് വ്യാപിക്കുന്നത് തടയുന്ന ജോലി. ഈ പർവ്വതനിരകൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ചില പ്രദേശങ്ങളിൽ നിന്ന് മണൽ കടലിൽ മുങ്ങിപ്പോകുമായിരുന്നു. മരുഭൂമിയിലെ മണൽത്തരികൾ മലിനീകരണത്തെ കൂടുതൽ വഷളാക്കുമായിരുന്നു. ഇതാണ് ആരാവല്ലി പർവ്വതനിര. ഈ ഭയമാണ് രാജ്യത്തിന് മുകളിൽ നിന്ന് തൂങ്ങിയാടുന്നത്. ആരാവല്ലിക്ക് മോദി സർക്കാർ പുതിയ നിർവചനം നൽകിയിരിക്കുകയാണ്. അത് പ്രകാരം 90% മലകളും ഔദ്യോഗികമായി ഇനി അരാവലിയുടെ ഭാഗമായിരിക്കുകയില്ല. മലകളെ മലകളായി പോലും കണക്കാക്കില്ല. അതോടെ അവിടങ്ങളിലെ കാട് വെട്ടിമാറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും ഖനനം നടത്താനും കൂടുതൽ എളുപ്പമാകും. ആളുകളിലേക്ക് ഈ വാർത്ത എത്തിയതോടെ ഹരിയാനയിലെയും രാജസ്ഥാനിലെയും ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ജനം സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായി പ്രതികരിച്ചു. അതോടെ സമ്മർദ്ദത്തിലായ സർക്കാർ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങി. അരാവലിയിൽ ഇനി ഖനനം നടക്കില്ലെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ വെറും കണ്ണിൽ പൊടിയിടലായിരുന്നു. ഇതിനുശേഷം ഈ വിഷയത്തിൽ സർക്കാരിനെ പ്രതിരോധിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി ഇൻഫ്ലുവൻസേഴ്സിനും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനാവശ്യമായി പണം നൽകാൻ തുടങ്ങി. इन सज्जनों की कॉल आई मेरे पास धमकाने के लिए। भाई ये ईमेल है एग्जैक्ट आपको दिखाने के लिए दिखा रहा हूँ कि ये जो चल रहा है कि कंटेंट प्रीव्यू कैसा होना चाहिए। तो ये पूरा अरावली वाला जो डेवलपमेंट प्रोजेक्ट है, കുറേ പേർ ഒരേ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. സർക്കാർ ഈ ചെയ്യുന്നത് വാസ്തവത്തിൽ അരാവലിയെ രക്ഷിക്കലാണ്, നശിപ്പിക്കാനല്ല എന്നാണ് ഇവരുടെ വാദം. सुप्रीम कोर्ट ये इसलिए कर रहा था जैसे कि अरावलीज को बचाया जा सके। एनीवे मेजर माइनिंग अरावली से कोई कर ही नहीं सकता। നമുക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിൽ ആഴത്തിൽ മനസ്സിലാക്കാം. കഥ തുടങ്ങുന്നത് 2024 മെയ്യിലാണ്. അരാവലിയെ ഖനനത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി, ശ്രദ്ധിച്ചു കേൾക്കണം, ഖനനത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി അരാവലി പർവ്വതനിരകൾക്ക് വ്യക്തമായൊരു ഏകീകൃത നിർവചനം കൊണ്ടുവരാനായി മോദി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അഥവാ ഇവയ്ക്കൊരു മായ ഏകീകൃത നിർവചനം ലഭിക്കുകയാണെങ്കിൽ അരാവലിയുടെ സംരക്ഷണം കൂടുതൽ എളുപ്പമാകുമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അരാവലി പർവ്വതനിര ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി തുടങ്ങി 4 സംസ്ഥാനങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും പല വിധത്തിലാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വ്യക്തമായ നല്ലൊരു നിർവചനം കൊണ്ടുവരാനായി സർക്കാരിനെ കോടതി ഏൽപ്പിച്ചത്. എന്നാൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് കൊണ്ടുവന്ന നിർവചനം പക്ഷേ പർവ്വതനിരയെ സംരക്ഷിക്കുന്നതിന് പകരം അരാവലിയെ തന്നെ അപ്രത്യക്ഷമാക്കുന്ന തരത്തിലുള്ളതാണ്. പുതിയ നിർവചനം അനുസരിച്ച് 100 മീറ്ററിലധികം ഉയരമുള്ള മലകളെ മാത്രമേ അരാവലി എന്ന് കണക്കാക്കുകയുള്ളൂ അത്രേ. അതുകൂടാതെ 500 മീറ്ററിന്റെ ഇടയിൽ 2ഓ അതിലധികമോ മലകൾ വരികയും എങ്കിൽ അതിനെ അരാവലി എന്ന് വിളിക്കും. അഥവാ 2 മലകൾ ഈ ദൂരപരിധിയേക്കാൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിനെ അരാവലിയായി കണക്കാക്കില്ല. കാണുമ്പോൾ ഇതൊരു ചെറിയ മാറ്റമായി നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇവിടുത്തെ തട്ടിപ്പ് എന്താണെന്ന് നോക്കൂ. നിങ്ങൾ കരുതും ഒരു 100 മീറ്റർ അല്ലേ, 100 മീറ്റർ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് മാനദണ്ഡമല്ലേ, ഇതിലിപ്പോൾ എന്താണ് ഇത്ര തെറ്റെന്ന്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഉയരം എവിടെ നിന്നാണ് അളക്കുന്നത് എന്നാണ്. 0 മീറ്റർ, അതായത് ബേസ് ലൈൻ എവിടെ നിന്നാണ് കണക്കാക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ പർവ്വതങ്ങളെയും കടൽ നിരപ്പിൽ നിന്നാണ് അളക്കുന്നത്. അപ്പോൾ ഹിമാലയത്തിന്റെ ഉയരം 8848.86 ആണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് സീ ലെവലിൽ നിന്നാണ് കണക്കാക്കുന്നത് എന്നാണ്. പക്ഷെ അരാവലിയുടെ കാര്യത്തിൽ സർക്കാർ പറയുന്നത് സമുദ്രനിരപ്പല്ല, മറിച്ച് അടുത്ത പ്രദേശങ്ങളെ ആധാരമാക്കുമെന്നാണ്. ഇവിടെ തട്ടിപ്പ് എന്ന് പറയുന്നത് അരാവലിയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ ഉയരം ഇപ്പോൾ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 100 മീറ്ററിലധികമാണ്. അഥവാ അരാവലിയിലെ ഏതെങ്കിലും ഒരു മല സമുദ്രനിരപ്പിൽ നിന്ന് 190 മീറ്റർ ഉയരത്തിലാണെങ്കിൽ പുതിയ നിർവചന പ്രകാരം അതിനെ അരാവലിയുടെ ഭാഗമായി കണക്കാക്കില്ല. അതിനെ ഒരു മലയായി പോലും ക്ലാസിഫൈ ചെയ്യില്ല. അതുകൊണ്ടാണ് അരാവലിയുടെ 90% പർവ്വതനിരകളും ഈ മാനദണ്ഡത്തിന് കീഴിൽ വരുന്നേയില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവയെ അരാവലി എന്ന് വിളിക്കുകയുമില്ല. ഇന്ത്യൻ ഫോറസ്റ്റ് സർവേയുടെ റിപ്പോർട്ട് പ്രകാരം രാജസ്ഥാനിലെ 12081 പർവ്വതങ്ങളിൽ 1048 പർവ്വതങ്ങൾ മാത്രമേ 100 മീറ്റർ ഉയരത്തിലുള്ളൂ. അതായത് വെറും 8.7% മലകൾ. ബാക്കിയുള്ള 90% മലകളും ഔദ്യോഗികമായി ഇപ്പോൾ മലകളുടെ മാനദണ്ഡത്തിൽ വരുന്നില്ല.
ഇവിടെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ 2025 നവംബർ 20 സർക്കാർ ഈ ശുപാർശകൾ സുപ്രീം കോടതിക്ക് സമർപ്പിക്കുകയും സുപ്രീം കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തു എന്നാണ്. ഇതുകൂടാതെ പരിസ്ഥിതി മന്ത്രാലയത്തോട് അരാവലിയിൽ ഒരു സുസ്ഥിര ഖനന പദ്ധതി കണ്ടെത്തി നടപ്പാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സന്തോഷം എന്ന് പറയട്ടെ, ജനം വിഡ്ഢികളായിരുന്നില്ല. രാജസ്ഥാൻ മുതൽ ഡൽഹി വരെ സംഭവിച്ചത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ നടക്കാത്തതാണ്. അരാവലിയെ സംരക്ഷിക്കാനായി ആയിരക്കണക്കിന് ആളുകൾ റോഡിലിറങ്ങി. ഗുഡ്ഗാവിൽ ജനം ഹരിയാനയിലെ മന്ത്രിയുടെ വീടിന് മുന്നിൽ ചെന്ന് പ്രതിഷേധിച്ചു. ഉദയ്പൂരിൽ അഭിഭാഷകർ കോടതിയിൽ നിന്ന് കളക്ടറേറ്റ് വരെ പ്രതിഷേധ സമരം നടത്തി. ജയ്പൂരിൽ മാർച്ച് ചെയ്തത് ആയിരക്കണക്കിന് ആളുകൾ അംബേദ്കർ സർക്കിളിൽ ഒത്തുചേർന്നു. ജോധ്പൂരിൽ പ്രതിഷേധം നടന്നു. എല്ലാ പ്രതിഷേധകരും ഒന്നായി പറഞ്ഞത് ഒറ്റ കാര്യമാണ്: അരാവലി ഇല്ലെങ്കിൽ ജീവനില്ല, അരാവലിയെ നശിപ്പിക്കരുത്, ഞങ്ങളെ ശ്വാസം എടുക്കാൻ അനുവദിക്കൂ എന്നാണ്. സോഷ്യൽ മീഡിയയിലും സേവ് അരാവലി എന്ന ഹാഷ്ടാഗ് പ്രതിഷേധം കുറെ ദിവസമായി ട്രെൻഡിങ്ങിലാണ്. ആയിരക്കണക്കിന് ആളുകൾ റീൽസ് ഉണ്ടാക്കി. ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ പ്രൊഫൈൽ ചിത്രങ്ങളിൽ അരാവലിയുടെ പടമിടാൻ തുടങ്ങി. വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടു. അതായത് അരാവലി ഇല്ലാതായാൽ അതിന്റെ അനന്തരഫലം എന്താകുമെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ മരുഭൂമി എങ്ങനെയാണ് പരക്കുന്നതെന്നറിയണം. ഈ മണൽക്കൂനകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ നീങ്ങുന്നത് നിങ്ങൾ ചിലപ്പോഴെങ്കിലും കണ്ടിരിക്കും. മരുഭൂമികളിൽ ശക്തമായ കാറ്റ് വീശും. അത് മണലിനെയും ഒപ്പം എടുത്തുകൊണ്ടാണ് ആ കാറ്റ് നീങ്ങുക. പിന്നെ പതുക്കെ പതുക്കെ ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളിൽ കാറ്റിന്റെ മൺകൂന തീർക്കുന്നു. ഇത് തടഞ്ഞില്ലെങ്കിൽ പതുക്കെ പതുക്കെ അവിടെ മരുപ്രദേശമായി മാറുന്നു. ഇതിനെയാണ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അരാവലി മലനിരകൾ ഒരു സ്പീഡ് ബ്രേക്കറെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. മണൽക്കാറ്റ് ഈ മലകളിൽ തട്ടുമ്പോൾ കാറ്റിന്റെ വേഗം കുറയുകയും വായുവിൽ പറക്കുന്ന മണൽ താഴെ വീഴുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മരുഭൂമി മുന്നോട്ട് വ്യാപിക്കുന്നില്ല. ഇവിടെ ഈ മണലിനെ തടയുന്നത് മലകളല്ല, മറിച്ച് അതിലെ കാടാണ്. ഈ കാട് കാറ്റിലുള്ള നേരിയ പൊടിയെ പിടിച്ചെടുക്കുകയും മണ്ണിനെ അതിന്റെ വേരുകളിൽ മുറുക്കെ പിടിച്ചു വലിക്കുകയും ചെയ്യുന്നു. അഥവാ ഈ മരങ്ങളെ വെട്ടിക്കളഞ്ഞ് കാടും മലയും ഇല്ലാതാക്കിയാൽ ഈ മണൽ നേരെ പറന്നു വന്ന് ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ഫലഭൂയിഷ്ടിയുള്ള പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടി മരുപ്രദേശമാക്കും. അരാവലിയെ നശിപ്പിക്കുകയാണെങ്കിൽ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ ഡൽഹി ഒരു അർദ്ധ മരുഭൂമിയായി മാറുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് സാങ്കല്പിക കഥയല്ല കേട്ടോ, ഇതൊക്കെ ഇപ്പൊ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവുകൾ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് അറിയേണ്ടത് ആർക്കാണ് അരാവലിയെ തകർക്കാൻ ഇത്രയും ആഗ്രഹമെന്നാണ്. അവർക്ക് എന്തു നേട്ടമാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത്? അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: പണം, പണം, പണം. റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് പണം, ഖനന കമ്പനികൾക്ക് പണം, അവരിൽ നിന്നെല്ലാം സംഭാവന പിടിച്ചുപറ്റുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പണം. അരാവലിയുടെ മലനിരകൾക്കടുത്തുള്ള ഫരീദാബാദ്, ഗുഡ്ഗാവ് പോലുള്ള ഡൽഹി NCR റിയൽ എസ്റ്റേറ്റ് ഇടനാഴിയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇവിടെ വീടുകളുടെയും ഭൂമിയുടെയും വില അവിശ്വസനീയമായ വിധം വളരെ കൂടുതലാണ്. അരാവലിയെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കവചത്തിൽ നിന്ന് മാറ്റി നിശ്ചയിക്കാൻ ഹരിയാന സർക്കാർ പലതവണയായി ശ്രമിക്കുന്നു. അതിന്റെ എല്ലാം ഗുണം ആർക്കാണ് ലഭിക്കുന്നത്? ബാബ രാംദേവിന്റെ പതഞ്ജലി പോലുള്ള സ്ഥാപനങ്ങൾക്ക് തന്നെ. വാസ്തവത്തിൽ അരാവലിയിലെ ഗ്രാമങ്ങളിലെ കൃഷി ചെയ്യാത്ത ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആദ്യം ഗ്രാമപഞ്ചായത്തിന്റെ പക്കലായിരുന്നു. ആ ഭൂമി വിൽക്കാനും വാങ്ങാനും സാധിക്കില്ലായിരുന്നു. എന്നിട്ടും പതഞ്ജലി ഗ്രൂപ്പ് ഹരിയാനയിലെ ഫരീദാബാദിൽ കോട്ട് ഗ്രാമത്തിലുള്ള അരാവലിയിൽ 400 ഏക്കർ സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അഥവാ ഈ ഭൂമി വിൽക്കാനും വാങ്ങാനും സാധിക്കില്ലെങ്കിൽ പിന്നെ പതഞ്ജലി ഗ്രൂപ്പിന് ഈ ഭൂമി എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഷെൽ കമ്പനികളുടെയും മധ്യവർത്തികളുടെയും വെച്ച് സ്ഥലത്തിന്റെ കൈവശാവകാശം മാറത്തക്ക വിധം 300ഓളം പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കിയാണ് ഈ സ്ഥലം കൈവശപ്പെടുത്തിയത്. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ 2023 ഈ റിപ്പോർട്ട് നോക്കിയാൽ മനസ്സിലാകും പതഞ്ജലി ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് അരാവലിയിൽ ചെറിയ വിലയ്ക്ക് വലിയ തോതിൽ ഭൂമി വാങ്ങുകയും വലിയ ലാഭത്തിന് വിൽക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച്. ഇതിലെ പല കമ്പനികളുടെയും വരുമാനം കുറവോ അല്ലെങ്കിൽ പൂജ്യമോ ആയിരുന്നു. പക്ഷെ ഈ ഭൂമിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് അവർ അഡ്വാൻസ് ആയി നൽകിയത്. ഈ കമ്പനികളിൽ ബാബ രാംദേവിന്റെ സഹപ്രവർത്തകൻ ആചാര്യ ബാലകൃഷ്ണന്റെ ഓഹരികളാണ് കൂടുതലുണ്ടായിരുന്നത്. 2022 ഈ ഭൂമിയെല്ലാം പഞ്ചായത്തിന് തിരിച്ചു നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. എന്നാൽ ഹരിയാന സർക്കാർ ആ ഉത്തരവ് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അരാവലിയെ തകർക്കാൻ സർക്കാർ എടുത്ത രണ്ടാമത്തെ നടപടിയായിരുന്നു ഫാം ഹൗസ് ഇക്കണോമി. സുരക്ഷിത ഭൂമിയിൽ ആഡംബര ഫാം ഹൗസ്, കല്യാണ മണ്ഡപങ്ങൾ, റിസോർട്ടുകൾ എന്നിവ നിർമ്മിക്കാൻ തുടങ്ങി. വിവാഹങ്ങൾക്കും പാർട്ടികൾക്കുമായി ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ഇവയെല്ലാം ബുക്ക് ചെയ്യപ്പെട്ടിരുന്നത്. 2023 നടത്തിയ ഡ്രോൺ സർവേ പ്രകാരം ഫരീദാബാദിലെ 4 ഗ്രാമങ്ങളിൽ മാത്രം 6793 അനധികൃത നിർമ്മിതികൾ കണ്ടെത്തി. അരാവലിയുടെ ഏകദേശം 700 ഏക്കറോളം ഭൂമി കയ്യേറിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. കാന്ത് എൻക്ലേവ് കേസാണ് ഇതിലെ ഏറ്റവും വലിയ ഉദാഹരണം. ഈ കമ്പനി ഏകദേശം 425 ഏക്കറിലായി
10,600 പ്ലോട്ടുകളാണ് നിർമ്മിച്ചത്. ഇത് അരാവലിയുടെ ഭാഗമായിരുന്നു. എന്നാൽ ഹരിയാന സർക്കാർ ഇവിടെ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തു. ആരെല്ലാമാണ് ഇവിടെ പ്ലോട്ടുകൾ വാങ്ങിയെന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, മുൻ MP, പ്രമുഖ ക്രിക്കറ്റർ, ലോകബാങ്കിൽ നിന്ന് വിരമിച്ചൊരു ഉദ്യോഗസ്ഥൻ, ആർമി ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയ നേതാക്കൾ, IAS ഉദ്യോഗസ്ഥർ തുടങ്ങിയ എല്ലാവരും ഇവിടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഇത് പഴയ കാര്യമാണേ. ഇവിടെയുള്ള 30 വീടുകൾ തകർക്കാൻ 2018 സെപ്റ്റംബറിൽ സുപ്രീം കോടതി ഉത്തരവിട്ടു. കമ്പനിയോടൊപ്പം ചേർന്ന് ടൗൺ ആൻഡ് കൺട്രി ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ഒന്നിച്ചാണ് തട്ടിപ്പ് നടത്തിയെന്നാണ് കോടതി പറഞ്ഞത്. ഈ പ്രദേശം സംരക്ഷിത മേഖലയിൽ ഉൾപ്പെട്ടിരുന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ സംരക്ഷണവും കൂടി എടുത്തു മാറ്റി ഇവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. മൂന്നാമത്തെ പ്രധാന ഭീഷണി വരുന്നത് ഖനനം ചെയ്യുന്നവരിൽ നിന്നാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സിലിക്ക മണൽ, മാർബിൾ, കല്ലുകൾ എന്നിവയെല്ലാം ഖനനം ചെയ്തെടുക്കുന്നത് മുഴുവനും ഡൽഹി NCR നിർമ്മാണ മേഖലയിലേക്കാണ് പോകുന്നത്. ഈ വീഡിയോകൾ നോക്കൂ. ഇവിടെ അനധികൃത ഖനനം നടത്തുന്ന ഇവർ മുഴുവൻ മലനിരകളെയും അപ്രത്യക്ഷമാക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിലേതെങ്കിലും ഒരു മലയുടെ ഉയരം 100 മീറ്ററിനേക്കാളും അല്പം കൂടുതലാണെങ്കിൽ അതിനെ ഖനനം ചെയ്ത് 100 മീറ്ററിന് താഴെ എത്തിക്കുകയാണെങ്കിൽ പിന്നെ അതിനെ മല എന്ന് വിളിക്കേണ്ടതില്ല. അരാവലിയിൽ സ്വർണം, ടങ്സ്റ്റൺ, ലെഡ്, റോസ് നിറമുള്ള കാർഡുകൾ, സിങ്ക്, ചെമ്പ്, റോക്ക്, ഫോസ്ഫേറ്റ് പോലുള്ള ധാതുക്കളുടെ വൻ ശേഖരമുണ്ട്. ഈ ധാതുക്കൾക്ക് വേണ്ടിയാണ് ഇവിടെ ഖനനങ്ങൾ നടക്കുന്നത്. അത് അനധികൃതമായും അധികൃതമായും ഒക്കെ നടക്കുന്നുണ്ട്. സുപ്രീം കോടതി അരാവലിയുടെ സംരക്ഷിത പ്രദേശങ്ങളിൽ ഖനനം പലതവണ നിരോധിച്ചതാ. എന്നാലും ഇവിടെ ഖനനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഉദാഹരണത്തിന് 2024 സുപ്രീം കോടതി അരാവലിയുടെ നോട്ടിഫൈഡ് പ്രദേശങ്ങളിൽ ഖനനം നിരോധിച്ച് ഉത്തരവിട്ടു. അപ്പോഴും അനധികൃത ഖനനം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് 2009 ഈ നിരോധനം ഫരീദാബാദ്, ഗുഡ്ഗാവ് എന്നീ പ്രദേശങ്ങളിലെ 448 കിലോമീറ്ററോളം വ്യാപിച്ചുകൊണ്ട് ഉത്തരവായി. പക്ഷെ അപ്പോഴേക്കും ഇവിടങ്ങളിൽ അരാവലി തകർക്കപ്പെട്ടു കഴിഞ്ഞു. 2011 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിൽ രാജസ്ഥാനിലെ അരാവലി പർവ്വതനിരകളിൽ 4072 അനധികൃത ഖനന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഏകദേശം 100 ലക്ഷം ടൺ ധാതുക്കൾ അനധികൃതമായി ഖനനം ചെയ്തെടുത്തിരുന്നു. ഈ അനധികൃത ഖനനം ലീസിന് കൊടുത്തത് രാജസ്ഥാൻ സർക്കാർ തന്നെയാണെന്ന് ഒരു COG റിപ്പോർട്ടിൽ പിന്നീട് വെളിപ്പെട്ടു. അവർ സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നില്ല. എന്തിനേറെ പറയുന്നു, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇതിന് അനുമതി നൽകിയിരുന്നു. ഖനന മാഫിയ ലോബി ഇവിടെ വളരെ ശക്തമാണ്. ബ്യൂറോക്രാറ്റ്സും രാഷ്ട്രീയക്കാരുമായി ലോബിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. രാഷ്ട്രീയക്കാരുടെ പിന്തുണയോടെ തന്നെയാണ് ഇവിടെ ഖനനം നടക്കുന്നത്. ഉദാഹരണത്തിന് 2022 ജൂലൈയിൽ അനധികൃത ഖനനം നടക്കുന്നുവെന്ന് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് DSP സുരേന്ദ്ര സിംഗ് അവിടെ ഒരു റെയ്ഡ് നടന്നു. പക്ഷെ ഇവിടുത്തെ ഖനന മാഫിയയ്ക്ക് യാതൊരു ഭയവുമില്ല. അവർ അദ്ദേഹത്തെ ട്രക്ക് ഇടിപ്പിച്ച് കൊലപ്പെടുത്തി. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഭാരവിയിൽ ഈ അരാവലി പർവ്വതനിര അപ്രത്യക്ഷമാകുമെന്ന് പറയുന്നത് വെറും ഊഹാപോഹമല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ തന്നെ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അത് നടന്നുകൊണ്ടിരിക്കുന്നു. 1968 സർവേ ഓഫ് ഇന്ത്യ രാജസ്ഥാനിൽ മാത്രം 2200 അരാവലി മലകളെയാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ 25% മലകളും പൂർണ്ണമായി അപ്രത്യക്ഷമായിരിക്കുന്നു, കാണാനില്ല. അൽവർ ജില്ലയിൽ മാത്രം 50 വർഷത്തിനുള്ളിൽ 31 മലകൾ ഇല്ലാതായി. ഇതേപോലെ ഈ റിപ്പോർട്ട് ഒന്ന് നോക്കൂ. ഹരിയാന സർക്കാരിന്റെ അരാവലി സിറ്റിസൺസിന്റെ റിപ്പോർട്ടാണ്. ഖനനം കാരണം ഹരിയാനയിലെ 7 അരാവലി ജില്ലകളിൽ ഭൂരിഭാഗം അരാവലി മലകളും അപ്രത്യക്ഷമായിരിക്കുന്നു. എവിടെയൊക്കെ ഈ മലകൾ അപ്രത്യക്ഷമായോ അവിടെയൊക്കെ എന്താണ് സംഭവിച്ചത്? 12 വിള്ളലുകൾ ഉണ്ടായി. അതിലൂടെ ധാർ മരുഭൂമിയിൽ നിന്നുള്ള മണൽ വരാൻ തുടങ്ങി. 2009 ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അരാവലിയിൽ ഉണ്ടായ 12 വിള്ളലുകളിലൂടെ ധാർ മരുഭൂമിയിലെ മണൽ സമതലങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി കണ്ടെത്തി. പച്ച പന്തലിച്ച് കിടക്കുന്നിടത്തെല്ലാം ഇപ്പോൾ മരുഭൂമിയാകുന്നതിന്റെ വക്കിലെത്തി നിൽക്കുക. ദക്ഷിണ ഹരിയാന മുതൽ രാജസ്ഥാൻ വരെയുള്ള അരാവലി പ്രദേശത്ത് കൃഷി ഗണ്യമായി കുറഞ്ഞു. ഹരിയാനയുടെ ആകെ വിസ്തൃതിയിൽ 8.2% പ്രദേശവും മരുഭൂമിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയും ഇപ്പോൾ മുമ്പുണ്ടായിരുന്നതുപോലെ ഫലഭൂയിഷ്ടമല്ല. ഇതൊന്നും കൂടാതെ അരാവലിയുടെ തകർച്ച ഡൽഹി NCRലെ വായുവിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നു. അരാവലിയുടെ കാടുകൾ ഡൽഹി NCRന്റെ ശ്വാസകോശം പോലെ പ്രവർത്തിക്കുന്നു. ഓക്സിജൻ വർദ്ധിപ്പിക്കുന്നു, രാസമാലിന്യങ്ങളെ വലിച്ചെടുക്കുന്നു, പൊടിയെ തടയുന്നു. ഡൽഹി NCRൽ വായു മലിനീകരണം ഇത്രയും ദുഷ്കരമാകാനുള്ള കാരണം അരാവലിയുടെ തകർച്ചയാണ്. 12 വിള്ളലുകളുടെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, അതിലൂടെ മരുഭൂമിയിലെ മണൽ ഡൽഹി NCRൽ എത്തുന്നുണ്ട്. പക്ഷെ മുമ്പൊന്നും, വർഷങ്ങൾക്ക് മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇതൊന്നും സംഭവിച്ചിരുന്നില്ല. കൂടാതെ പലയിടങ്ങളിലും അനധികൃതവും അധികൃതവുമായ ഖനനം നടക്കുന്നതിനാൽ പൊടിയും വായു മലിനീകരണവും വീണ്ടും രൂക്ഷമാകുന്നു. അത് ഡൽഹി NCRലെ അന്തരീക്ഷ മലിനീകരണം വീണ്ടും രൂക്ഷമാക്കുന്നു. ഇവിടെ ശുദ്ധവായു മാത്രമല്ല പ്രശ്നം, ശുദ്ധവെള്ളവും പ്രശ്നമാണ്. കാരണം അരാവലി ശുദ്ധവെള്ളത്തിന്റെ പ്രധാന സ്രോതസ്സാണ്. ഇതിൽ പ്രകൃതിദത്തമായ തുളകളും വിള്ളലുകളും ഉണ്ട്. അതിലൂടെ മഴവെള്ളം ഭൂഗർഭജലവുമായി സംഭരിക്കപ്പെടുന്നു. കണക്കനുസരിച്ച് 1 ഹെക്ടർ അരാവലി പർവ്വതനിരകൾ 20 ലക്ഷം ലിറ്റർ ഭൂഗർഭജലം ശേഖരിക്കുന്നു.
പക്ഷേ മലകൾ തകർക്കപ്പെടുന്നു, കോൺക്രീറ്റ് വിരിക്കുന്നു. അപ്പോൾ മഴവെള്ളത്തിന് ഭൂമിക്കടിയിലേക്ക് എത്താൻ പറ്റാതാവുന്ന മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഭൂഗർഭജലത്തിന്റെ നില താഴുകയാണ്. അരാവലി ബെൽറ്റിൽ ഭൂഗർഭജലത്തിന്റെ അളവ് ഇപ്പോൾ 1000-2000 അടിയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഡൽഹിക്ക് അടുത്തുള്ള നിരവധി തടാകങ്ങൾ, ഉദാഹരണത്തിന് ബഡ്ക തടാകമൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്. ഹരിയാന അതിർത്തിയിലെ ദംദമ തടാകത്തെ ഹരിയാനയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തടാകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വനനശീകരണത്തിന്റെ ഭാഗമായി അതിന്റെ വലിപ്പം കുറഞ്ഞിപ്പോൾ മുമ്പത്തേക്കാൾ 3-1 മാറി. ഇതിനെ ഡൽഹി NCRലെ അതിജീവിക്കുന്ന അവസാനത്തെ പ്രകൃതിദത്ത തടാകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ സാഹചര്യങ്ങൾ എങ്ങനെയാണെങ്കിൽ അടുത്ത് തന്നെ ഇതും പൂർണ്ണമായി വറ്റി വരണ്ടു പോകും. അരാവലി തകരുന്നതും കാലാവസ്ഥയും വർഷപാതത്തെയും ബാധിക്കുന്നുണ്ട്. 1973 ഇവിടെ മൺസൂൺ 101 ദിവസത്തോളം നീണ്ടു നിന്നിരുന്നു. 2009 ഇത് വെറും 25 ദിവസമായി. ഇതേപോലെ ഒരു വർഷത്തിലെ മഴ ദിവസങ്ങൾ 60-80 നിന്ന് 18-30 ചുരുങ്ങി. ഇത് സംഭവിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അരാവലിയുടെ കാടുകൾ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി നിലനിർത്തുമായിരുന്നു. അത് കാറ്റിന്റെ വേഗം നിയന്ത്രിക്കുമായിരുന്നു. അത് കാരണമാണ് മഴയുണ്ടാവുന്നത്. ഇനി നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം അവിടുത്തെ അവസ്ഥകളൊക്കെ ഇപ്പൊ എത്രമാത്രം തകർന്നിരിക്കുകയാണെന്ന്. അപ്പൊ പിന്നെ ബാക്കിയുള്ള അരാവലി കൂടെ ഇല്ലാതാകുമ്പോൾ സ്ഥിതി എത്ര മോശമാകുമെന്ന് ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇപ്പൊ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സർക്കാർ ഇവിടെ എന്താ പറയുന്നത്? 2025 ഡിസംബർ 24 പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പിറക്കി. അരാവലിയിൽ എന്തെങ്കിലും പുതിയ ഖനനം നടക്കുന്നതിനെ പൂർണ്ണമായും നിരോധിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് അതിൽ പറയുന്നത്. പുറമെ നിന്ന് നോക്കിയാൽ തോന്നും ജനങ്ങളുടെ സമരം ഫലം കണ്ടുവെന്ന്. സർക്കാർ ജനങ്ങളുടെ വാക്കുകൾ കേട്ടു, അതുകൊണ്ട് അരാവലിയിൽ ഖനനം നിരോധിച്ചുവെന്നൊക്കെ തോന്നും. സോഷ്യൽ മീഡിയകളിലും ജനങ്ങൾ ജയിച്ചു, അരാവലി സുരക്ഷിതം എന്നൊക്കെയുള്ള വാർത്തകളാണ് കാണുന്നത്. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വയറിന്റെ ഈ റിപ്പോർട്ട് നോക്കുക. ഈ നിരോധനം പുതിയതല്ല, നിർദ്ദേശങ്ങൾ പുതിയതല്ല. ഈ നിർദ്ദേശങ്ങൾ നൽകി സർക്കാർ സുപ്രീം കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് ചെയ്തത്. ICFRയോട് ഒരു സുസ്ഥിര ഖനനത്തിനുള്ള പദ്ധതി തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടതായി സർക്കാരിന്റെ വാർത്താക്കുറിപ്പിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്ലാൻ തയ്യാറാക്കാൻ എടുക്കുന്ന സമയത്തോളം ഖനനത്തിന് ലീസ് നൽകില്ല. സുപ്രീം കോടതിയും ഇതേ ഉത്തരവ് തന്നെയാണ് പുറപ്പെടുവിച്ചത്. നവംബർ 20 ഉത്തരവ് നോക്കൂ. അതിൽ സുപ്രീം കോടതി ഈ 100 മീറ്റർ നിർവചനത്തെ അംഗീകരിക്കുന്നു. അതേ ഉത്തരവിൽ പറയുന്നു ഖനനത്തിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കാനും ഏതൊക്കെ പ്രദേശങ്ങളിൽ ഖനനം നടത്താമെന്നും എവിടെ നടത്തരുതെന്നും കണ്ടെത്തണമെന്നും സുപ്രീം കോടതി പറയുന്നു. പദ്ധതി തയ്യാറാക്കാൻ എത്ര കാലം എടുക്കും അത്ര കാലത്തോളം പുതിയ ഖനനങ്ങളൊന്നും പാടില്ലെന്നും സുപ്രീം കോടതി പറയുന്നു. സർക്കാർ ഇതേ കാര്യത്തെ വീണ്ടും അവതരിപ്പിക്കുന്നു. അതായത് അരാവലി ഇപ്പോൾ സുരക്ഷിതമാണ്, ഇപ്പൊ നമ്മൾ സമരം ചെയ്യേണ്ട കാര്യമില്ല എന്ന സന്ദേശമാണ് സർക്കാർ നൽകുന്നത്. എല്ലാം അടിപൊളി. സത്യത്തിൽ സർക്കാർ ജനങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ 100 മീറ്റർ നിർവചനം മാറ്റിയില്ല? അരാവലിയെ കുറിച്ചുള്ള 100 മീറ്റർ നിർവചനത്തെ മാറ്റാമെന്നോ അതിനു പകരം ഒരു മികച്ച നിർവചനം കൊണ്ടുവരാമെന്നോ ഈ വാർത്താക്കുറിപ്പിൽ എവിടെയും പറയുന്നില്ലെന്നാണ് അരാവലിയെ സംരക്ഷിക്കാൻ പോരാടുന്ന അരാവലി വിരാസത് ജൻ അഭിയാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നത് സർക്കാർ ജനങ്ങളുടെ കോപം അടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ ഖനനത്തിനുള്ള പുതിയ പ്ലാനുമായി വരും. അപ്പോൾ ഖനനത്തിനുള്ള പുതിയ ലീസ് നൽകും. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറയുന്നത് 90% അരാവലി പുതിയ നിർവചനത്തിൽ സംരക്ഷിക്കപ്പെടുമെന്ന്. അതായത് 100 മീറ്റർ ഉയരമുള്ള മരകൾക്കിടയിൽ 500 മീറ്റർ ഉയരത്തിൽ മലകൾ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അതിനിടയിലുള്ള പ്രദേശം സംരക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അവിടെ ഖനനം നടത്തില്ല. एक पहाड़ी और दूसरी पहाड़ी के बीच में 500 मीटर का ही गैप है, तो वो जमीन भी अरावली रेंज मानी जाएगी. इस डेफिनेशन के आने के बाद 90% से ज्यादा एरिया प्रोटेक्टेड एरिया में आ गया. പക്ഷെ ശരിക്കും സത്യം എന്താണെന്ന് വെച്ചാൽ അരാവലിയുടെ 100 മീറ്ററുള്ള എത്ര മലകൾ 500 മീറ്ററിന്റെ ദൂരപരിധിയിൽ വരുന്നു എന്ന യാതൊരു ഡാറ്റയും സർക്കാർ എവിടെയും വ്യക്തമാക്കിയില്ല. ലഭ്യമായ ഡാറ്റ നേർ വിപരീതമാണ്. രാജസ്ഥാനിലെ 8.7% അരാവലി മലകൾ മാത്രമാണ് 100 മീറ്റർ ഉയരമുള്ളത്. 90% അരാവലി സംരക്ഷിക്കപ്പെടുമെങ്കിൽ അതിന്റെ തെളിവ് സർക്കാർ കാണിക്കട്ടെ. അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ആർക്കും എന്ത് വേണേലും പറയാമല്ലോ. പുതിയ നിർവചന പ്രകാരം അരാവലിയിലെ 90% മലകളും അരാവലിയുടെ പുറത്താണെന്നും അതൊന്നും അരാവലിയുടെ ഭാഗമല്ലെന്നും എന്നാൽ ഞങ്ങളുടെ അഭിപ്രായത്തിലുള്ള അരാവലിയിലെ 90% മലകളും സംരക്ഷിക്കപ്പെടുമെന്നുമാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് ഇവർ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നാൽ നമ്മൾ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. അരാവലി വിഷയത്തിൽ സർക്കാരിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ ഇൻഫ്ലുവൻസേഴ്സിനും ക്രിയേറ്റേഴ്സിനും അനാവശ്യമായിട്ട് പണം നൽകിക്കൊണ്ടിരിക്കുക. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇതിന്റെ വ്യക്തമായ തെളിവുകൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഏതോ ഒരു മാർക്കറ്റിംഗ് ഏജൻസിയിൽ നിന്ന് ഇമെയിലോ വാട്സാപ്പ് സന്ദേശമോ ലഭിക്കുകയാണ്. അരാവലിയെക്കുറിച്ച് അനുകൂലിച്ച് ഇവർ ഇട്ട പഴയ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അതിന്റെ സ്ഥാനത്ത് അരാവലിയെക്കുറിച്ച് വേറൊരു വീഡിയോ ഇറക്കണം, അതിൽ എങ്ങനെയാണ് ഖനനം അരാവലിയെ വികസനത്തിലേക്ക് വഴി കാണിക്കുന്നതെന്ന് വ്യക്തമാക്കണം,
നിരവധി ക്രിയേറ്റേഴ്സ് അത്തരം നിരവധി ഉള്ളടക്കങ്ങൾ ഉണ്ടാക്കി പബ്ലിക്കായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കണ്ടു നോക്കിയേ. PR एजेंसी का ये मेल आया, मैं मेल दिखाता हूँ आपको. हाँ ये रही. तो इनका कहना है कि जो मैंने अरावली हिल्स वाली वीडियो डाली है वो आप डिलीट कर दो और एक नई वीडियो बना दो जिसमें सपोर्ट करो कि अरावली हिल कट रही है, वो बहुत बढ़िया है. क्योंकि कल मुझे भी ऑफर आया था कि भाई आपको सुप्रीम कोर्ट के फेवर में एक वीडियो बनानी है, आप अपना बजट बताइए. സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിക്കും അരാവലിയെ രക്ഷിക്കാനുള്ളതാണെന്ന് ജനങ്ങളോട് പോയി പറയണമെന്നാണ് അവർക്ക് നൽകപ്പെട്ട സ്ക്രിപ്റ്റിൽ പറയുന്നത്. അത്തരത്തിൽ ഈ സ്ക്രിപ്റ്റ് പിന്തുടർന്ന് ഒരേ വീഡിയോ പോസ്റ്റ് ചെയ്ത നിരവധി മുഖങ്ങൾ നിങ്ങൾക്ക് കാണാനാകും. അതിലൊരുത്തം പറയുന്നത് സർക്കാർ 100 മീറ്ററിന്റെ നിർവചനം അത് വെറും നിർവചനത്തിനായി കൊണ്ടുവന്നെന്നും 100 മീറ്ററിന് താഴെയുള്ള മലകൾ ഒരുപോലെ സംരക്ഷിക്കപ്പെടുമെന്നാണ്. പക്ഷെ എങ്ങനെയെന്ന് പറയുന്നില്ല. कि 100 मीटर से ऊपर वाली अरावली हिल्स है, इसका मतलब ये नहीं है बाकी सबको हटा दिया जाएगा और माइनिंग के लिए ओपन कर दिया जाएगा. बाकी भी इक्वली प्रोटेक्टेड है. लेकिन सच ये है कि 100 मीटर तो एक टेक्निकल बेंचमार्क है और ये अरावली को एक्सक्लूड करने के लिए नहीं बल्कि क्लियरली आइडेंटिफाई करने के लिए दिया है. सुप्रीम कोर्ट हो या गवर्नमेंट, दोनों की इंटेंशन पहले से ही साफ थी. कुछ समझे दया? हाँ सर, इसका मतलब है इसका मतलब है കാര്യം വളരെ സിമ്പിളാണ്. അഥവാ സർക്കാരിന് അരാവലിയെ സംരക്ഷിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 100 മീറ്ററിന്റെ നിർവചനം കൊണ്ടുവന്ന്? ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ഗോദി മാധ്യമങ്ങളിലെ അവതാരകർ അരാവലിയെ ഇടിച്ചു നിരത്താനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഉദാഹരണത്തിന് ഇന്ത്യ ടിവിയിലെ രജത് ശർമ്മയെ കേൾക്കൂ. दिल्ली की आकृति एक कटोरी की तरह है जो 3 तरफ से अरावली की पहाड़ियों से घिरी है, इसीलिए प्रदूषित हवा दिल्ली में कैद हो जाती है, बाहर नहीं निकल पाती. ഡൽഹിയിലെ വായു മലിനീകരണത്തിന് അരാവലിയെ തന്നെയാണ് ഇയാൾ കുറ്റപ്പെടുന്നത്. അതായത് അരാവലി 3 ഭാഗത്തു നിന്നും ഡൽഹിയെ വളഞ്ഞു വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ മലിനവായു കെട്ടിക്കിടക്കുന്നു. ഏത് പർവ്വതനിരയാണോ വായു മലിനീകരണം തടയുന്നത് അതിന്റെ മേലെ തന്നെ കുറ്റം ആരോപിക്കുന്നു. എന്നാൽ എത്ര കാലം ഡൽഹിയിൽ ആം ആദ്മി അധികാരത്തിലിരുന്നു, അക്കാലത്തൊക്കെ ഇതേ രജത് ശർമ്മ വായു മലിനീകരണത്തിന് കുറ്റം പറഞ്ഞിരുന്നത് ആം ആദ്മി പാർട്ടിയായിരുന്നു. दिल्ली में रहने वाले भी इंसान है, वो भी टैक्स देते हैं. उन्होंने क्या कसूर किया कि वो जहरीली हवा में सांस लेने को मजबूर है? उन्होंने क्या गुनाह किया कि दिल्ली में रहने वालों की उम्र 10 साल कम हो गई है? इसका जवाब केजरीवाल को देना होगा. ആദ്യം സർക്കാരിന്റെ തെറ്റായിരുന്നെങ്കിൽ ഇപ്പൊ പർവ്വതങ്ങളുടെ തെറ്റായി. നിയമാനുസൃതമായ സംരക്ഷണം ലഭിച്ചിട്ടും ഇത്രയും നാശം ഇതിനകം അരാവലിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ നിർവചനം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് തന്നെ അരാവലിയെ രക്ഷിക്കാനായി സമരം നടത്തുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഇതിലെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡിസംബർ 29-ന് സുപ്രീം കോടതി സ്വന്തം ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്തു. കോടതി ഇനി ഒരു ഉന്നതതല വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ഈ കമ്മിറ്റിയും ഡൊമൈൻ എക്സ്പേർട്സും ഒക്കെ ചേർന്ന് സർക്കാരിന്റെ റിപ്പോർട്ടിനെ ആഴത്തിൽ പഠിക്കും. ഈ സമിതി തങ്ങളുടെ വിശദമായ പഠന റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ 100 മീറ്റർ നിർവചനത്തിൽ യാതൊരു നടപടിയും ഉണ്ടാവില്ല. അതായത് 100 മീറ്റർ നിർവചനം ഭാവിയിൽ ഉപയോഗിക്കുമോ ഇല്ലയോ എന്ന തീരുമാനം വിദഗ്ധ സമിതിയുടെ കൈകളിലാണ്. അതുകൊണ്ട് സർക്കാരിലും ഈ കമ്മിറ്റിയിലും സമ്മർദ്ദം നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലേ ഈ 100 മീറ്റർ നിർവചനം പൂർണ്ണമായി തള്ളിക്കളയാനാകൂ. പക്ഷെ ദൗർഭാഗ്യപരമായ ഒരു കാര്യം, ഈ സർക്കാർ അരാവലിയുടെ മാത്രം പിറകെയല്ല, ഇവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യത്യസ്ത കാടുകളെയും രക്ഷപ്പെടുന്നു. മുംബൈയിൽ 45,000 കണ്ടൽ മരങ്ങൾ വെട്ടിക്കളഞ്ഞത് ഒരു കോസ്റ്റൽ റോഡ് ഉണ്ടാക്കാൻ. 45,000 കണ്ടൽ മരങ്ങൾ. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ കണ്ടൽ മരങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്? കണ്ടൽ മരങ്ങൾ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവയുടെ വേരുകൾ തിരമാലയുടെ ഊർജ്ജത്തെ വലിച്ചെടുക്കുന്നു, മണ്ണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു, വെള്ളത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുന്നു. അവിടെയാണ് റോഡ് ഉണ്ടാക്കാനായി ഇത്രയും മരങ്ങൾ വെട്ടിക്കളയുന്നത്. ഇനി വെള്ളപ്പൊക്കം വന്നാൽ അതിന്റെ യഥാർത്ഥ കാരണം ആരെങ്കിലും ഓർത്തു വെക്കുമോ? ഗുജറാത്തിലെ വനത്തിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനായി കണ്ടെത്തിയ സ്ഥലം അദാനി ഗ്രൂപ്പിന്റെ ആവശ്യപ്രകാരം അവർക്ക് നൽകി സർക്കാർ. ഈ സ്ഥലം ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു. 2023 ഡിസംബറിൽ പ്രധാനമന്ത്രി തന്നെ വളരെ ആഘോഷപൂർവ്വം ലോഞ്ച് ചെയ്ത പദ്ധതിയാണിത്. ഈ സർക്കാർ ഒന്നടങ്കം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളാൽ തിരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേറ്റ് സർക്കാരാണ്. ഏതൊരു തീരുമാനവും ഈ സർക്കാർ നടപ്പാക്കുന്നത് അദാനിയെയും അംബാനിയെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കാരണമേ ഉള്ളൂ, അത് ബിസിനസ് മോഡലാണ്. ഇവർ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് സംഭാവന കൈപ്പറ്റുന്നു, പിന്നീട് അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു. ആദ്യമൊക്കെ ഈ പണി ഇലക്ട്രൽ ബോണ്ട് വെച്ചായിരുന്നു ചെയ്ത്. എന്നാൽ സുപ്രീം കോടതി അത് അവസാനിപ്പിച്ചതോടെ കഴിഞ്ഞ 1 വർഷമായി അത് ട്രസ്റ്റുകളുടെ പേരിലാണ് നടപ്പാക്കുന്നത്. നിങ്ങൾ ഈ ആർട്ടിക്കിൾ ഒന്ന് നോക്കൂ. 4276 കോടി രൂപ ഇലക്ട്രൽ ട്രസ്റ്റുകളിലൂടെ സംഭാവനയായി വിവിധ പാർട്ടികൾക്ക് നൽകിയിരിക്കുക. ഇതിൽ 83.6% പണവും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് ലഭിച്ചത്, BJPക്ക്. ബാക്കി പാർട്ടികൾക്കും കോർപ്പറേറ്റ്സിൽ നിന്ന് പണം ലഭിക്കുന്നുണ്ട്. പക്ഷെ BJPക്ക് ലഭിക്കുന്ന തുകയ്ക്ക് മുന്നിൽ ഇതെല്ലാം വളരെ ശുഷ്കമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ, ഇവിടുത്തെ കാടുകളെ രക്ഷിക്കാൻ, രാജ്യത്തിന്റെ പരിസ്ഥിതിയെ രക്ഷിക്കാൻ ശബ്ദമുയർത്തിയേ മതിയാകൂ. बहुत बहुत धन्यवाद.